ലെബനോന്റെ മേലെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തില് എനിക്ക് നെതന്യാഹുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ട്രംപ് ഇപ്പൊ പറയുന്നത്. യഥാർത്ഥത്തിൽ ട്രംപ് ഇത് പറയുന്നത് നെതന്യാഹുവിനോടാണോ, അല്ലെങ്കിൽ നെതന്യാഹുവിനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പറയുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ നമുക്ക് വിചാരിക്കാനേ തരമില്ല. അതായത് ലെബനാന്റെ മേലെ ഇസ്രായേൽ നടത്തുന്ന അറ്റാക്ക്, ആ അറ്റാക്ക് ബൈറൂത്തിലേക്കും കൂടെ നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന നിലപാട് ഇറാൻ എടുത്തപ്പോ അന്നാണ് ട്രംപ് യഥാർത്ഥത്തിൽ നെതന്യാഹുവിനെ വിളിക്കുന്നത് തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോയും അതേപോലെ തന്നെ ന്യൂസ് എല്ലാം പുറത്തു വന്നത്. അപ്പൊ ഇതിലൂടെ യഥാർത്ഥത്തിൽ ട്രംപ് ഇറാനോട് പറയുന്നത് ഞങ്ങൾ അതിന്റെ കൂടെ ഇല്ല കേട്ടോ, ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല കേട്ടോ, നിങ്ങൾ അത് വിചാരിച്ചിട്ട് പോവണ്ട, ഞങ്ങൾ അതിന് എതിരാണ്, പക്ഷെ അങ്ങേര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇങ്ങനൊരു സാധനം ഇറാന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ന്യൂസ് പുറത്തുവിട്ടത്. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് നെതന്യാഹുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഓഡിയോയോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം അടങ്ങുന്ന റിപ്പോർട്ടോ പുറത്തു വരാന് അത്ര എളുപ്പത്തിലൊന്നും പുറത്തു വരില്ല, അവര് പുറത്ത് വിടാണ്ടേ. അപ്പൊ ഇങ്ങനെ ഒരു ടാക്ടിക്സ് കളിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ന്യൂസ് എല്ലാം പുറത്തു വിട്ടേന്നുള്ളതാണ്. ഇതൊരു വിശദമായ ന്യൂസ് ആണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണെന്ന് സമ്മതിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ താൻ അസന്തുഷ്ടനാണെന്നും ട്രംപ് വ്യക്തമാക്കി. നെതന്യാഹുവിനോട് ഞാൻ ദേഷ്യപ്പെട്ടെന്ന് പറയില്ല, ലെബനാനുമായി അദ്ദേഹം നിരന്തരം പോരാടുന്നതിൽ എനിക്ക് അല്പം അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇവിടെയാണ് അത് തുടങ്ങുന്നത്. അപ്പോ ലെബനാനുമായി അദ്ദേഹം നിരന്തരം പോരാടുന്നതിൽ എനിക്ക് അല്പം അസ്വസ്ഥതയുണ്ടായിരുന്നു എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റിന്റെ പോഡ്ഫോഴ്സ് 1 പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത്. മറ്റു വിധത്തിൽ താനും നെതന്യാഹുവും ഒന്നായി ചേർന്ന് പോകുന്നുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിലെ അനിശ്ചിതത്വം തുടരുകയും ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. അപ്പോ ലെബനാന് നേരെ ഇസ്രായേൽ ആക്രമിക്കുന്നതിൽ, ഇസ്രായേലിന്റെ ആക്രമണത്തിൽ താൻ അസന്തുഷ്ടനാണ്, എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ മറ്റു ചില കാര്യങ്ങളിലടക്കം ഞങ്ങൾ ഒരുമിച്ച് പോകുന്നുണ്ട്. യഥാർത്ഥത്തില് ലെബനോനില് നേരെ നടക്കുന്ന ആക്രമണത്തിന്റെ കാര്യത്തിലും ഇവര് ഒരുമിച്ച് ബായി ആയിട്ട് തന്നെ പോകുന്നേ. പക്ഷെ ഇപ്പുറത്ത് ഇറാൻ ഒരു കുരുക്കിട്ട് വെച്ചത് കൊണ്ട് മാത്രമാണ്, അതിൽ സാമാനം കുടുങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോ എന്ത് ചെയ്യാൻ പറ്റാത്ത, അതിനെ അങ്ങ് അനുകൂലിച്ച് പറയാത്ത. ഈ സിനാരിയോ ഒന്നും അവിടെ നിലനിൽക്കുന്നില്ല എങ്കിൽ ഇസ്രായേലിന്റെ ലെബനോന്റെ മേലുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതിനെതിരെ പോരാടാൻ, ഇസ്രായേലിന്റെ ഭീഷണികൾക്കെതിരെ പോരാടാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് പറയുന്ന വലിയ തത്വം കൊണ്ട് അമേരിക്ക വന്നേനെ. ഇപ്പൊ അത് വരാത്തതിന്റെ റീസൺ, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നതിന്റെ റീസൺ, ഇതെങ്ങോനും പറഞ്ഞ് ഇനി ഇറാൻ എല്ലാം ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും മല്ലയ്യ എന്ന ഘട്ടത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഓൾറെഡി ഓയിൽ പ്രൈസ് കൂടി, അമേരിക്കയിൽ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കൂടി, ഇൻഫ്ലേഷൻ വന്നു, സ്റ്റോക്ക് മാർക്കറ്റുകൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തുടരുന്നു. ഈ സ്ഥിതിവിശേഷം തുടർന്നുകൊണ്ട് പോവാൻ അമേരിക്കക്ക് പറ്റത്തില്ല. ഇത് ചന്തയിൽ നടത്തുന്ന കാലിക്കച്ചവടം, അങ്ങനെ പൈസ പറഞ്ഞുറപ്പിച്ച് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. ഇത് ഡിപ്ലോമസി അല്ലേ. അവിടെ ഞാനിപ്പോ വന്ന് ഇതാക്കൂ വേറെ സാധനം ഈ സാധനം ഒപ്പിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആരും ഒപ്പിടില്ല. വേറെ പല രാജ്യങ്ങളിൽ ഒപ്പിട്ടാലും ഇറാൻ അത് ഒപ്പിടില്ല. 40 വർഷമായിട്ട് ഈ പറയുന്ന ഉപരോധത്തിൽ കഴിയുകയും അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് പഠിച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണി ഒന്നും അല്ല എന്നുള്ളതാണ്. ഇനി ഈ വാർത്തയുടെ ബാക്കി വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഇറാന് ആണവായുധം കൈവശം വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും അവർ ഇതിനകം തന്നെ ആണവായുധം കൈവശം വെക്കാൻ പോകുന്നില്ലെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അവരത് സമ്മതിച്ചിട്ടുണ്ട്. ബരാക് ഒബാമയുടെ കാലത്ത് അവരൊരു കരാറിലേക്ക് വരികയും ഘട്ടം ഘട്ടമായി ഇറാന് മേലെ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം ഇല്ലാണ്ടാക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് റിലാക്സേഷൻസ് ഒക്കെ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിന് അതിൽ നിന്നും ഏകപക്ഷീയമായിട്ട് പുറകോട്ട് പോവുകയും അതേപോലെ തന്നെ
ഒമാനിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിലൂടെ വന്ന് കുത്തുകയും ചെയ്തത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിക്കാനുള്ളത്. അപ്പൊ ഇസ്രായേലിന് വേണ്ടിയിട്ട് അതിന്ന് പുറകോട്ട് പോയി ഇപ്പൊ ഇസ്രായേലിന്റെ കളി കൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനും പറ്റുന്നില്ല എന്നുള്ള ഗതികേടിലാണ് ട്രംപ് എന്നുള്ളതാണ്. അപ്പോ അതായിരുന്നു വലിയ കാര്യമെന്നും ന്യൂയോർക്ക് പോസ്റ്റിന്റെ പോഡ്ഫോഴ്സ് 1 പോഡ്കാസ്റ്റിൽ ട്രംപ് ചൂണ്ടിക്കാണിച്ചു. സംഘർഷത്തിൽ ഇറാനാണ് മുൻതൂക്കം എന്ന വാദത്തെ അമേരിക്കൻ പ്രസിഡന്റ് തള്ളിയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഇറാന് നാവികസേനയില്ല, അവർക്ക് വ്യോമസേനയില്ല, അവർക്ക് വളരെ കുറച്ച് സൈനികരേ ഉള്ളൂ, അവർക്ക് നേതൃത്വമില്ല, അവരുടെ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് 250% പണപ്പെരുപ്പമുണ്ട്, നിങ്ങൾക്ക് ഉണ്ടായിരിക്കാവുന്നതെല്ലാം അവർക്കുമുണ്ട്, അത് മോശമാണെന്നും ട്രംപ് പ്രതികരിച്ചു. സൈന്യമില്ല, നാവികസേനയില്ല, ഒരു തേങ്ങയില്ല, മൊത്തം തരിപ്പണമായി. ആ തരിപ്പണമാക്കിയതിന്റെ കൂട്ടത്തില് ഇവരുടെ തന്നെ ബേസുകൾ പോയി ആക്രമിക്കുകയും ബോംബിടുകയും ചെയ്തിട്ടാണോ ഇവരുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഈ ബേസുകളെല്ലാം തകർന്നു പോയത്? കഴിഞ്ഞ ദിവസം BBC സാറ്റലൈറ്റ് ഇമേജുകൾ അടക്കം കൊണ്ടുവന്നിട്ട് എങ്ങനെ ഇത് തകർന്നു എന്നുള്ളത് കാണിച്ചേ. അപ്പൊ ഇവർ ഈ പറഞ്ഞ ഇറാന്റെ ആർമീനെ തകർത്തു, ഇറാന്റെ കപ്പൽ പടയെ തകർത്തു എന്നൊക്കെ പറയുന്നത് എവിടെ? ഇത് തകർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ BBCക്ക് അത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവര് തന്നെ ബോംബിട്ടതാണോ? അമേരിക്ക തന്നെ അവിടെ ബോംബ് വെച്ച് തകർത്തതാണോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന്? അത് വേണ്ടാന്ന് വെച്ചിട്ട് അല്ല. ഇതൊക്കെ വെറും അവകാശവാദം, പൊള്ളയായ അവകാശവാദം മാത്രമാണ്. ഇറാന്റെ ആർമിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അത് തകർന്ന് തരിപ്പണമായിട്ടില്ല, ഒബ്ലിട്രേറ്റ് ചെയ്തിട്ടില്ല. അതിനെ പകരം അവര് സർവൈവ് ചെയ്തിട്ടുണ്ട്, അവര് പൂർണ്ണ സഞ്ചരാണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ബേസുകളും തകർക്കപ്പെട്ടതിന് ശേഷം ഇപ്പോ ഈ പറയുന്ന സൗദി അറേബ്യയുടെ ഒക്കെ സാധാരണ വിമാനത്താവളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, കുവൈറ്റിന്റെ ഇന്റർനാഷണൽ എയർപോർട്ടിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് തിരിച്ചറിയുന്ന ഇറാൻ അവിടെ കൊണ്ടുപോയി വീണ്ടും പോയി ഡ്രോൺ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെല്ലാം നമുക്ക് കാണാം. എന്നിട്ടാണ് ഈ പറയുന്ന ഇവർക്ക് ഒന്നും ഇല്ല എന്നുള്ളത്. എന്നിട്ടാണെങ്കിലും അമേരിക്ക മൊത്തം തകരുകയും ചെയ്തു. ഏകദേശം 30% സ്റ്റോക്ക് പൈലുകൾ തീരുകയും ചെയ്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് ഡോളർ കടക്കണിയിലേക്ക് അമേരിക്ക പോവുകയും ചെയ്തു എന്നുള്ളതും കൂടെ കാണണം. ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം കൂടുതൽ കാലം തുടരുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. 2 ദിവസം കൊണ്ട് 4 ആഴ്ച കൊണ്ട് പോയി എല്ലാം തീർത്തിട്ട് തിരിച്ചു പോരാന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ 100 ദിവസമായി ഇന്നത്തേക്ക്. ഒന്ന് ആലോചിക്കണേ, 4 ആഴ്ച കൊണ്ട് തീരുന്നു പറഞ്ഞ സാധനം 100 ദിവസമായി ഇന്നത്തേക്ക് എന്നുള്ളതാണ് അവസ്ഥ. ഇനി ഇത് വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നു. ഇറാനിൽ അമേരിക്ക സൈനികമായി വളരെ വിജയം നേടുന്നുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഒരിക്കലും തീരൂല. കാരണം നിങ്ങളുടെ കൂടെയുള്ള ചങ്ക് നെതന്യാഹു ഇത് തീർക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഒരു ചർച്ചയിലോട്ട്, നിങ്ങൾ ഒരു വഴിയിലോട്ട് എത്തുന്നു എന്ന് കാണുന്ന സമയത്ത് അത് നീട്ടിക്കൊണ്ടു പോവാനും അത് ഇല്ലാണ്ടാക്കാനുള്ള ഇടപെടലുകളാണ് നിങ്ങളുടെ ചങ്ക് നെതന്യാഹു വേറെ വഴിയിലൂടെ എടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ നെതന്യാഹുവിനെ നിലക്ക് നിർത്താൻ പറ്റണം. അങ്ങനെ നിലക്ക് നിർത്താൻ പോയി കഴിഞ്ഞാല് എപ്സ്റ്റീൻ ഫയലിലുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് രേഖ എന്ന് പറഞ്ഞ് ചിലപ്പോ നെതന്യാഹു എടുത്ത് കാണിച്ചു എന്ന് വരും. പറയാൻ പറ്റത്തില്ല. ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി ചർച്ചകളിൽ പങ്കാളിയാണെന്നും ട്രംപ് സ്ഥിരീകരിച്ചു. ഇത് ഇറാന്റെ പുതിയ നേതൃത്വത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ അച്ഛനും പിന്നീട് അദ്ദേഹവും ഒരു പിന്തുടർച്ചയാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഞങ്ങൾ വളരെ നന്നായി ഒത്തുചേരുന്നതായി തോന്നുന്നു. എല്ലാം അങ്ങനെ പോകുന്നു എന്നതിനെ ആശ്രയിച്ച് ഞങ്ങൾ എപ്പോഴും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ടെന്ന്. അതായത് എന്താ ഈ പറയുന്നേ? റെജീം ചേഞ്ചിന് വേണ്ടി പോയിട്ട് അച്ഛന്റെ തുടർച്ചയായിട്ടുള്ള റെജീമായിട്ട് തന്നെ അവര് വരുന്നു, ഞങ്ങൾ ഉടനെ തന്നെ കണ്ടുമുട്ടും, ഞങ്ങൾ മീറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നേ. അതായത് റെജീം ചേഞ്ച് ആയിരുന്നു ഇവരുടെ ഒരു പ്രധാന ഘടകം. എന്നിട്ട് ഇപ്പുറത്ത് മുജ്തബ ഖൊമൈനിയെ കുറിച്ചിട്ട് പൊക്കി പറയാ. എന്ത് വിരോധാഭാസാന്ന് ആലോചിച്ച് നോക്കണേ. നിലപാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിലപാടില്ല, നുണകൾ, അസത്യത്തിലും പൊതിഞ്ഞതാണ് ട്രംപ് അമേരിക്ക എന്ന് പറഞ്ഞത്. കരാറാണെന്നുണ്ടെങ്കിൽ സുശക്തമായിട്ടുള്ള കരാറായിരിക്കണം, പിന്നെ അതിന്ന് പുറകോട്ട് പോവാനേ പറ്റത്തില്ല എന്നുള്ള ലെവലില് സ്ട്രോങ് കരാർ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അലി ഖൊമൈനിയെ കൊന്നതിന് ശേഷം മുസ്തഫ ഖൊമൈനിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇപ്പൊ കൂടിക്കാഴ്ച നടത്തുന്നുള്ള ലെവലിലേക്ക് പോവാ. അപ്പൊ ഇങ്ങനെ ഇരട്ടത്താപ്പുകളുടെയും നുണകളുടെയും ആക്രമണങ്ങളുടെയും അരാജകത്വത്തിന്റെയും
ഒക്കെ ഇടയ്ക്കിടന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവരെ ഒരു ഡീലിലേക്ക് എത്താൻ ഒരു കാരണവശാലും ബെഞ്ചമിൻ നെതന്യാഹുവും ടീമും സമ്മതിക്കത്തില്ല എന്നുള്ളതും ഇതിനൂടെ വ്യക്തമാണ് എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്.